ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 143 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യൻ സുപ്രീം കോടതിയിലേക്ക് ചില കാര്യങ്ങൾ റെഫർ ചെയ്ത് കോടതിയുടെ അഭിപ്രായം ആരായാം. ഇങ്ങനെ 16ാമത്തെ അഭിപ്രായമാണ് കോടതിയിലേക്ക് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. അതിനു മുമ്പ് ഒന്നാമതായിട്ട് ഡൽഹിയെ സംബന്ധിച്ച ഒരു അഭിപ്രായമായിരുന്നു. രണ്ടാമതായിട്ട് കേരളീയർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരള എഡ്യൂക്കേഷൻ ആക്ടിനെ പറ്റിയുള്ളതായിരുന്നു. അത് ഭരണഘടനയുടെ 30ാം അനുച്ഛേദത്തെ ലംഘിക്കുന്നതാണെന്ന് 1957 സുപ്രീം കോടതി പറയുകയും അതിനുശേഷം അത് റദ്ദാക്കുകയും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇതേപോലുള്ള റെഫറൻസുകൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 15 പ്രാവശ്യം ഇതിനു മുമ്പ് കൊടുത്തു. 16ാമത്തെ പ്രാവശ്യം കൊടുക്കാൻ ഇടയായത് പ്രത്യേകിച്ചും തമിഴ്നാട് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്നാണ്. ചില ബില്ലുകൾ ഒപ്പിടുന്നില്ല, മാറ്റിവെക്കുന്നു, പിന്നീട് അനിശ്ചിതമായിരിക്കുന്നു, അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു. അതേപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ 2-അംഗ ബെഞ്ച് അതിൽ ഒരു വിധി പ്രഖ്യാപിക്കുകയും ആ വിധി പ്രഖ്യാപനത്തിൽ ഭരണഘടനയിൽ ഇല്ലാത്ത കുറേയധികം കാര്യങ്ങൾ ചേർക്കുകയും ചെയ്യും. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം, അതുപോലെ അത് ചെയ്തില്ലെങ്കിൽ അത് ഒപ്പിട്ടതായിട്ട് അനുവാദം കിട്ടിയതായിട്ടും വ്യാഖ്യാനിക്കാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ വന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് 14 ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനോട് അഭിപ്രായമായിട്ട് ചോദിച്ചത്. അത് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, അതായത് ഒന്നാമത്തെ കാര്യം, ഭരണഘടനയിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധിയും അധികാര വിനിയോഗവും രീതിയും നിശ്ചയിച്ചിട്ടില്ലെന്നിരിക്കെ കോടതി ഉത്തരവിലൂടെ അതിന് സാധിക്കുമോ? ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധി ഇല്ലാതിരിക്കെ കോടതി സമയപരിധി നിശ്ചയിക്കുന്നത് ഉചിതമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഗവർണറൊക്കെ അനിശ്ചിതമായിട്ടൊരു ഫയൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാം എന്നൊരു കാര്യവും പറയുന്നുണ്ട്. ഭരണഘടനയുടെ 201-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്കുള്ള വിവേചനാധികാരം കോടതിക്ക് പരിശോധിക്കാമോ? പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം വന്നിരിക്കുന്നത്. അംഗീകാരത്തിനായി ലഭിക്കുന്ന ബില്ലുകളിൽ ഭരണഘടനാപരമായി എന്തൊക്കെ നടപടികൾ ഗവർണർക്ക് സാധ്യമാകും? ആ കാര്യങ്ങൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബില്ലിന് അംഗീകാരം നൽകാം, ബില്ല് രാഷ്ട്രപതിയുടെ തീരുമാനത്തിനായി അയക്കാം, അഭിപ്രായം രേഖപ്പെടുത്തി നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. 200-ാം വകുപ്പിലെ ഉപാധി 4ാമതൊരു മാർഗമില്ല. അപ്പം അതിൽ 3 മാർഗമേ ഉള്ളൂ. പണബിൽ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തി നിയമസഭയിലേക്ക് മടക്കി നൽകുകയാണ് പിന്നീടുള്ള വഴി. അപ്പോൾ ഈ 3 മാർഗങ്ങളിൽ മാത്രമേ ഗവർണർക്ക് പെരുമാറാനായിട്ട് സാധ്യമാവുള്ളൂ. ബില്ലിൽ തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ബാധ്യതയില്ല. ഇത് വിവേചനാധികാരമുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം വന്നിരിക്കുന്നത്. ബില്ലുകളിൽ വിവേചനാധികാരത്തോടെ ഗവർണർ എടുക്കുന്ന തീരുമാനം കോടതിക്ക് പരിശോധിക്കാമോ? ഗവർണറുടെ തീരുമാനത്തിൻ്റെ വസ്തുതകളിലേക്ക് പ്രവേശിക്കാനായിട്ട് കോടതിക്ക് കഴിയില്ല. എന്നാൽ കാരണം വ്യക്തമാക്കാതെയുള്ള അനിശ്ചിത സാഹചര്യത്തിൽ പരിമിത നിർദ്ദേശം നൽകാം, ന്യായമായ സമയത്തിനുള്ളിൽ ഗവർണർ എടുക്കണമെന്നുള്ളതായിരിക്കണം നിർദ്ദേശം. അപ്പോഴും ഗവർണറുടെ വിവേചനാധികാരവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്ക് കോടതി കടക്കരുത്. അങ്ങനെയാണ് ഇതിനു മുമ്പുണ്ടായ ഡിവിഷൻ ബെഞ്ച് അത് ചെയ്തത്. അത് പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം കോടതി പരിശോധിക്കുന്നത് പൂർണ്ണമായി തടയുന്നതാണോ ഭരണഘടനയുടെ 361-ാം വകുപ്പ്? ഗവർണറെ വ്യക്തിപരമായി കക്ഷിയാക്കിയുള്ള നടപടിക്ക് 361-ാം വകുപ്പ് പ്രകാരം തടസ്സമുണ്ട്. എന്നുവെച്ചാൽ ഗവർണറുടെ പേരിൽ യാതൊരു സിവിലോ ക്രിമിനലോ ആയിട്ടോ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമല്ല, പ്രസിഡന്റിന്റെ പേരിലും സാധ്യമല്ല. അപ്പോഴും 200-ാം വകുപ്പ് പ്രകാരമുള്ള ചുമതലയിൽ അനന്തമായ കാലതാമസമുണ്ടായാൽ കോടതികളുടെ പരിമിതിയിൽ ഇടപെടാം. അത് തടയാനായിട്ട് ഈ വകുപ്പ് ഉപയോഗിക്കാനാകില്ല. വ്യക്തിപരമായ ഗവർണർക്ക് പരീക്ഷയുണ്ടെങ്കിലും ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് കോടതിയുടെ അധികാര പരിധിക്ക് ഉള്ളിലാണ് എന്നാണ് പറഞ്ഞത്. അതായത് അനിശ്ചിതമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പരാതി കൊടുക്കാം, അതിനെപ്പറ്റി ഭരണഘടനാ കോടതിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും. ഈ രീതിയിൽ മാത്രം. ഭരണഘടനയുടെ 201-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്കുള്ള വിവേചനാധികാരം കോടതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അത് സാധ്യമല്ല. അത് ഗവർണർ കൈമാറിയ ബില്ലിൽ തീരുമാനം എടുക്കും മുമ്പ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടണമോ?
അതിൻ്റെ ആവശ്യമില്ല. ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കാൻ രാഷ്ട്രപതിക്ക് തന്നെ അധികാരമുണ്ട്. അത് സുപ്രീം കോടതിയുടെ അഭിപ്രായം ആവശ്യമാണെങ്കിൽ എന്ന് രാഷ്ട്രപതിക്ക് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാം. നിയമം പ്രാബല്യത്തിലാകും മുമ്പ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും തീരുമാനങ്ങളിൽ കോടതിക്ക് ഇടപെടാമോ? ഒരിക്കലും സാധ്യമല്ല. നിയമമായതിനു ശേഷം അത് ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്തെ ബാധിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ അതിൽ ഇടപെടാൻ സാധ്യമാവുകയുള്ളൂ. ഭരണഘടനാപരമായ അധികാരങ്ങളും രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഉത്തരവുകളും മാറ്റാൻ ഭരണഘടനയിലെ 142 വകുപ്പ് പ്രകാരമുള്ള സവിശേഷാധികാരത്തിലുള്ള സുപ്രീം കോടതിക്ക് സാധിക്കുമോ? ഇല്ല. രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബില്ലുകൾ അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കുമെന്ന തത്വം ഭരണഘടനാപരമല്ല. പക്ഷെ ഇതൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾക്ക് NJAC നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ അതിൻ്റെ ആ കേസിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്ത് ഒരു കൊളീജിയം ഉണ്ടാക്കി. വാസ്തവത്തിൽ ആ കൊളീജിയവും ഭരണഘടനാപരമായിട്ട് നിലവിലില്ലാത്തതാണ്. ഭരണഘടന കൊളീജിയത്തിനെ സാങ്ഷൻ ചെയ്യുന്നില്ല. ആ കാര്യം അപ്പോൾ ഇനി പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 14 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയതുകൊണ്ട് അതിന് 3 കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മറുപടി കൊടുത്തില്ല. കാരണം അതിന് മുമ്പേ തന്നെയുള്ള 11 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു ആ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കാണോ കേന്ദ്രത്തിനാണോ ലാഭമുണ്ടായത് നഷ്ടമുണ്ടായത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് വളരെ തെറ്റാണ്. കാരണം ഭരണഘടന ഈ തവണ വളരെ കൃത്യമായി വ്യാഖ്യാനം ചെയ്യപ്പെട്ടു. അത് 2 അംഗ ബെഞ്ച് ചെയ്തതിലുള്ള തെറ്റുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു 5 അംഗ ബെഞ്ചിൻ്റെ വിധിയാണ്. അവർ പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ടുള്ളൊരു വിധിയാണ് ഈ വന്നിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ ഇതിനു മുമ്പുണ്ടായ വിധികൾ നടപ്പാക്കലുകൾ തികച്ചും ഇനി പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെയും വിജയമോ ആരുടെയും തോൽവിയോ അല്ല. കൃത്യമായി ഭരണഘടനാപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഭരണഘടനയെ ഭേദഗതി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഉള്ളത്. അത് അനുസരിച്ച് പാർലമെൻറ്റ് അതിന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ജുഡീഷ്യൽ ആക്ഷൻ വഴി ഭരണഘടനയെ ഭേദഗതി ചെയ്യാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ NJACയിലെ ജഡ്ജ്മെൻറ്റും ഇനിയും ഒരിക്കൽ കൂടി റിവ്യൂവിന് വിധേയമാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.